ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ബ്ലൗസിന് ഹുക്ക് വയ്ക്കുന്നത് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. നൂല് വേണം, അതുപോലെ തന്നെ നമ്മൾ സൂചി എടുക്കുക. ഇതേ വലിപ്പത്തിലുള്ള സൂചി എടുത്തില്ലെങ്കിലും ഇതിൻ്റെ ചെറുത് നമുക്ക് മേടിക്കാൻ കിട്ടും, അതായാലും മതി കേട്ടോ. പിന്നെ നമ്മുടെ കത്രിക, പിന്നെ ദേ ഹുക്ക് എന്ന് വെച്ചാൽ നമുക്കിതുപോലൊരു പാക്കറ്റ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം കേട്ടോ. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഹുക്ക് വയ്ക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസ് ഏതായാലും ഹുക്ക് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതേ നമ്മൾ ബ്ലൗസ് തുന്നിയിട്ടുള്ള ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹുക്ക് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഹുക്ക് പൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളിവിടെ ഹോൾ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കണ്ടോ. ചെറിയൊരു ഹോളായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഇട്ട് വെക്കും കണ്ടോ, ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നേരായിട്ട് വേണം അപ്പുറത്ത് നമ്മൾ ഹുക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരുമിച്ച് വെക്കാം, എന്നിട്ട് ഏത് ഭാഗത്താണുള്ളത് അതേ ഭാഗത്ത് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഹുക്ക് വെക്കണം. അപ്പോൾ ഇത് ഈ ഒരു ഹോളിലാണ് കേട്ടോ നമ്മൾ ഇത് ഹുക്ക് പൂട്ടേണ്ടത്. അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ആ ഒരു ഭാഗം എടുക്കാം. അതിന് ശേഷം ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഹുക്ക് ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മൾ സൂചിയിൽ നമ്മുടെ മാച്ച് നൂല് വേണമെന്നില്ല, നമുക്ക് ഏത് നൂലായാലും ഉപയോഗിക്കാം, കാരണം ഇത് പുറത്തോട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള നൂല് ഉപയോഗിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ആദ്യം ഏറ്റവും താഴെ കാണുന്ന കുഞ്ഞു ഹോളില്ലേ, അതിലൂടെയാണ് നമ്മൾ ഈ നമ്മുടെ സൂചി ഇങ്ങനെ കയറ്റേണ്ടത്. നൂല് കോർത്തതിന് ശേഷം സൂചി ഇതുപോലെ ഇങ്ങനെ കയറ്റാം. അപ്പോൾ നമ്മൾ ഇതിനേക്കാളും ചെറിയൊരു സൂചി മേടിക്കാൻ കിട്ടും, അതാകുമ്പോൾ നല്ല സ്മൂത്തിന് നമുക്ക് ഇങ്ങനെ കയറും. അല്ലെങ്കിൽ ഈ ടൈപ്പ് ആയാലും കുഴപ്പമില്ല, എങ്കിലും അതാണ് കേട്ടോ കൂടുതൽ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വലിക്കൊരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ചെറിയ ഹോളില്ലേ, താഴത്തെ ഈ അറ്റത്തെ ഹോളിൽ കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യണം. കാരണം ഇത് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ശരിക്കും നൂലിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കണം, കാരണം ഇടയിൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടർന്ന പോലെ ഇങ്ങനെ വീണു പോവും. അപ്പോൾ ഇനി നമ്മൾ മുകളിൽ ഇതുപോലെ തന്നെ മുകളിലും രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അതിനുശേഷം ആ നൂല് ഇപ്പുറത്തെ സൈഡിലൂടെ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഈ ഓരോ 3 ഭാഗത്താണ് നമ്മൾ ഇത് തുന്നി പിടിപ്പിക്കേണ്ടത്. ഈ ഫസ്റ്റ് നമ്മൾ താഴെയുള്ള ചെറിയ ഹോളിൽ, പിന്നെ മുകളിൽ ഈ സൈഡിൽ, പിന്നെ ഏറ്റവും താഴെ തന്നെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ആദ്യം മുകളിൽ ഇതുപോലെ നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇണക്കി നോക്കുമ്പോൾ ഇണങ്ങിയില്ല എന്നുള്ള ഒരു പരുവം വരെ ആവണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ലൂസായി കിടക്കും. നമ്മളെപ്പോഴും ഇത് ഫിറ്റായിട്ട് തന്നെ ഇരിക്കണം. അതിന് ശേഷം അവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് താഴത്തോട്ട് ഇനി വരണം. താഴത്തെ ആ ചെറിയ ഹോളുണ്ടല്ലോ, ഇനി അടുത്ത് നമ്മൾ അതിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കോർത്തിട്ട് നമ്മൾ നേരെ താഴത്തോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ 3 എണ്ണവും ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് ഹുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ സൂചിയും നൂലും കോർത്തിട്ട് ഭയങ്കര ലെങ്ത്തിൽ നൂലെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കെട്ടുപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിനും ആവശ്യത്തിനുള്ളത് എടുക്കുക, അല്ലെങ്കിൽ 2 എണ്ണം തുന്നാനുള്ള പാകത്തിന് നൂലെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കോർത്തിങ്ങനെ വലിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ ഒക്കെ നെക്കൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴായാലും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ലെങ്ത്തിൽ എടുക്കുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം ഒരു ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് നൂലെടുക്കുക, കാരണം നമ്മൾ കഴുത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നൂലിൻ്റെ ആ ഒരു ചെറിയൊരു എവിടെയെങ്കിലും ഒന്ന് ലൂസായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്കിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കും, മണികളൊക്കെ ഇങ്ങനെ വീണ പോലെ കിടക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മളിത് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരെണ്ണം തുന്നി കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും നൂല് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കെട്ടിടണം, ഏറ്റവും അവസാനം 2 കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാലേ അതവിടെ ഇരിക്കുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതൊന്ന് കൂട്ടി നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ചെയ്തോ, നമ്മൾ ഇട്ട ഹോളിൽ ജസ്റ്റ് ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നതുണ്ടോ. ഇനി അടുത്തത് നമ്മൾ ഇതുപോലെ അടുത്തതിൻ്റെ സ്ഥലം എവിടെയാണ് നമ്മൾ നോക്കുക. എവിടെയാണ് ഹോൾ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആ സെൻറ്റർ ഭാഗം ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇനി അടുത്തത് അവിടെയാണ് കേട്ടോ നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും അതോടെ ഫിറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ഇത് കാണിച്ചു തരാം, എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ബ്ലൗസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇനി ഇടാനുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെയും കൂടെ ഞാൻ ഇടാം. അത് 2 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും സ്റ്റിച്ചിങ്ങിൻ്റെ ഇടും കേട്ടോ. നമുക്ക് ടൈലർ മെഷീൻ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാറൊക്കെ തയ്ക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.